രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. വഖഫ് ബോർഡ് ചെയർമാനായി നിയമിച്ച വിവരം ഇന്നലെ വൈകിട്ടാണ് കിട്ടുന്നത്. സത്യത്തിൽ വഖഫ് ബോർഡിൽ ചെയർമാനാവുക എന്നത് തികച്ചും അപ്രതീക്ഷിതമാണ്. വഖഫ് ബോർഡ് ഒരു വലിയ സംവിധാനമാണ്. കേരളത്തിൽ ഒരു 50,000-60,000 ഉള്ളിലായി വഖഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ 37,000-40,000 ഏക്കർ ഭൂമി തന്നെയുണ്ട്. അത് പലതും നഗര പ്രോപ്പർട്ടിയാണ്. ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളുണ്ട്. അത്രക്കണക്കിന് തന്നെ വേറെ ഷോപ്പ് റൂമുകൾ വേറെയുണ്ട്. ഒരു വലിയ സംവിധാനമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഈ വഖഫ് പ്രോപ്പർട്ടീസ് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള വിവിധ അവാന്തര വിഭാഗങ്ങളാൽ നയിക്കപ്പെടുകയാണ്, നിയന്ത്രിക്കപ്പെടുന്നത്. അതിലെല്ലാ വിഭാഗങ്ങളുമുണ്ട്. സ്വാഭാവികമായും തർക്കവിതർക്കങ്ങൾക്ക് അത് കാരണമാണ്. ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കമ്മിറ്റി രൂപീകരണം തൊട്ട് അവകാശവാദം, വഖഫ് പ്രോപ്പർട്ടിയുടെ അവകാശവാദം അടക്കമുള്ള ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്ന് വളരെ അനുരഞ്ജനത്തോടു കൂടി പ്രശ്നമില്ലാതെ ഈ വിഷയങ്ങളൊക്കെ പഠിച്ച് നടപടികളെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. 1-2 കേസുകളല്ലല്ലോ. 50,000-ലധികം വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു മേഖലയാണത്. ഇവിടെ പല രീതി കൊണ്ടും പരസ്പര വിദ്വേഷമുള്ള ധാരാളം വിഭാഗങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ട്. എന്നാൽ എല്ലാവരും ഒന്ന് തന്നെയാണ് താനും. അവർക്ക് അവരുടെ ഇടയിൽ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ വേണം, അനുരഞ്ജന സമീപനത്തിലൂടെ വേണം ഈ വിഷയങ്ങളൊക്കെ അവസാനിപ്പിച്ച് കൊണ്ടുപോകാൻ. ഉള്ള വിഷയങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുക എന്നല്ല, ദൈനംദിനം പുതിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന മേഖലയാണ് ഈ മേഖല. അതിനൊരു പകുതി ജുഡീഷ്യറി സ്വഭാവം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഫയൽ നന്നായി പഠിക്കണം, വിഷയം നന്നായി കേൾക്കണം. മതപരമായ സംഗതി കൂടി ആയതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ കൂടി വിഷയത്തെ സമീപിക്കണം. എന്നിട്ട് ഇരു കക്ഷികളെയും ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണ് അതിലൊരു സമീപനം വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇതാണ് അതിൻ്റെ ശ്രമകരമായ ഒരു ദൗത്യം എന്നത്. വേറെ ചില സംഗതികളുണ്ട്. ഒരുപാട് വഖഫ് ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് കുറേ ആളുകളുടെ കൈവശത്തിലാണ്, കയ്യേറ്റക്കാരുടെ കയ്യിലാണ്. മറ്റു ചിലതുണ്ട് കയ്യേറ്റമല്ല, കാലങ്ങളായി ഓരോ ആളുകൾ ടെനൻസ് വന്നുകൊണ്ട് ചെറിയ റെൻറ്റും വാടകയും ഒക്കെ കിട്ടി വഖഫ് പ്രോപ്പർട്ടിക്ക് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികളും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെയാണ് ഒരു ബോർഡിന് അഭിമുഖീകരിക്കേണ്ടത്. ആ വിശാലമായൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇത് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ആ ചുമതലയെക്കുറിച്ചുള്ള കനത്ത ഭാരമാണ് മനസ്സിൽ വന്നത്. പിന്നെയാണ് അതിനോടൊന്ന് പൊരുത്തപ്പെടാൻ ആയത്. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.